ഹലോ. അപ്പം ഇന്നത്തെ ദിവസം ഒക്ടോബർ 6-ാം തീയതി 2025. അപ്പം നേരത്തെ നമ്മളിങ്ങനെ റൂമിലെത്തി, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. നമ്മൾ അടുത്ത വെള്ളിയാഴ്ച പോകാമെന്നും പറഞ്ഞ ട്രിപ്പ് നമുക്ക് ഇന്ന് നടത്താം. ഇന്നിപ്പോൾ സമയം ഇവിടെ കറക്റ്റ് 4:30 ആയിട്ടുണ്ട്. റൂട്ട് അതേ സെയിം റൂട്ട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയ അതേ സെയിം റൂട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ട് ഇതാ എൻ്റെ ക്യാമ്പ്. ഇതാ ഈ വാട്ടർ ടാങ്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ആ വാട്ടർ ടാങ്ക് കണ്ടു, അതാണ് എൻ്റെ ക്യാമ്പെന്ന്. അതാ എൻ്റെ ക്യാമ്പ്. അപ്പോൾ അവിടെ ക്യാമ്പിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഈ വഴി. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയിട്ട് ലെഫ്റ്റിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ടി ജംഗ്ഷൻ വരും. അവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റൈറ്റിലോട്ട് പോയി, ഇന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് പോവാം. ചെടി നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മളെ തമിഴ്നാട്ടിലൊക്കെ പോണ വഴിയിലെല്ലാം മൊത്തം ഈ ചെടിയാണ്. ഇവിടെ ഈ സൗദിയിലും മൊത്തം ഈ ചെടിയാണ്. ഇത് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ മതി, വേറെ ഒന്നിനും ഇത് വളരാൻ സമ്മതിക്കത്തില്ല. ഇതിൻ്റെ ചുറ്റുവട്ടം മൊത്തം നോക്കിക്കേ, വേറെ ഒന്നും കാണത്തില്ല. ഈ ഒരു ചെടി തന്നെ എക്സാമ്പിൾ എടുത്താൽ മതി. ആ ചെടിയുടെ തൊട്ട് താഴോട്ടൊക്കെ നോക്കി വേറെ ഒന്നും വളരത്തില്ല. ഇതും അതേ സെയിം ചെടി തന്നെയാണ്. കഴിഞ്ഞ ലാസ്റ്റത്തെ വീഡിയോയിൽ നിങ്ങൾ കാണും ആ വേപ്പും മരം, അതേ സെയിം വേപ്പും മരം ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കുക. പിന്നെ ഇത് ഇവിടെ സൗദിയിലെ മാത്രമേ ഈ ചെടി ഞാൻ കണ്ടിട്ടുള്ളൂ. അൽക്കേഷി ഒന്നുമല്ല, ഇത് വേറെ എന്തോ ഒരു ടൈപ്പാണ്. ഇതിന് വേറെ ഒന്നും വേണ്ട, ചുമ്മാ വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി, ഇതങ്ങ് വളർന്ന് വെക്കുള്ളൂ, ആ ഒരു ഐറ്റം. പിന്നെ ഈ നിൽക്കുന്നത് ക്രിസ്മസ് ട്രീ പോലത്തെ ചെടിയാണ്. കണ്ടില്ലേ, വേപ്പിൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ, വെയിലൊക്കെ അടിച്ച് തിളങ്ങി നിൽക്കുന്നത്. ഈ ഈത്തപ്പഴത്തിൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഫെൻസിങ്, നമ്മൾ ഓലക്കുടിൽ പോലത്തെ സംഭവം, ഇത് ഈത്തപ്പഴത്തിൻ്റെ ഇലയാണ്. അപ്പം ഇങ്ങനെ നടന്ന് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന മുടി എപ്പോഴും കെട്ടിയല്ലേ വയ്ക്കുന്നത്, അതുകൊണ്ട് മുടി ഇപ്പം ഇങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കാറ്റൊക്കെ കിട്ടിയിട്ട് മുടിയൊക്കെ ഭയങ്കര കൊഴിച്ചില്ല. ഇതിപ്പോൾ ഒരു ഫാമിൻ്റെ അകത്താണ്, കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇങ്ങനെ വന്ന് പോകുന്ന കണ്ടില്ലേ. ഇതിനൊക്കെ പോകുന്ന കണ്ടില്ലേ കറക്റ്റായിട്ട്. ഫാം വന്നിട്ട് ഈത്തപ്പഴത്തിൻ്റെ ഫാമാണ്. കണ്ടില്ലേ, ഇവിടെ തൊട്ട് താഴെ തന്നെ കാച്ചി ഇപ്പുണ്ട്. അപ്പം ഇതാ എൻ്റെ ക്യാമ്പ് ഇതുവാ ഇങ്ങറ്റങ്ങാണ്. അവിടെ നിന്ന് നമ്മൾ ഇതുവരെ ഇങ്ങനെ നടന്നു വന്ന് ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഈ ടി ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് റൈറ്റിലോട്ടായിരുന്നു. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് പോയ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മളിന്ന് ഈ പ്രാവശ്യം ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോവാം. ലെഫ്റ്റിലോട്ട് ഒത്തിരി സീനറിയൊക്കെ ഉണ്ട്, അത് കാണാം. ലെഫ്റ്റിലോട്ട് കുറച്ച് നേരെ പോയിട്ട് ലെഫ്റ്റിലോട്ട് പോകാൻ പറ്റും, പക്ഷെ ആ വഴി കൂടെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഈ വഴി പുതിയൊരു വഴിയാണ്. ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ കൂടെ ക്രോസ് ചെയ്യാൻ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. വലിയ മണ്ടൻ ബ്രിഡ്ജൊന്നുമല്ല, ചുമ്മാ മറ്റേ പഴയ ഈത്തപ്പഴത്തിൻ്റെ മരം എടുത്തിട്ട് ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിക്കുന്നത് കണ്ടില്ലേ. ഇതുവഴി ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോയി നോക്കാം. ഈ സൈഡിൽ കൂടെ പോയിട്ടില്ല. അല്ലേ, ഈ ചെടിയുടെ പേരറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയേ, നല്ല രസമല്ലേ. അവിടെ മൊത്തം പൂച്ചയുടെ, ഒരു കറുത്ത പൂച്ച, കുറേ പൊമ്മൻ പൂച്ചകൾ. ചൂസ് ചെയ്ത വഴി കൂടെ വന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിലോട്ട് ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു ഫാം കാണാം. ഇവിടെ നമ്മൾ നേരത്തെ കുറച്ച് മുമ്പേ കണ്ടതുപോലത്തെ വാട്ടർ സിസ്റ്റം അല്ല ഇത്. കണ്ടില്ലേ,
കറുത്ത ലൈൻ പോകുന്നത്. ഇവിടെ മറ്റേ ഡ്രിപ്പ് ലൈൻ ഇറിഗേഷന് എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രോപ്പായിട്ട് വെള്ളം ഇതിനോട്ട് പമ്പ് ചെയ്യും. അല്ലാതെ ഒറ്റയടിക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റി അവർ പമ്പ് ചെയ്യത്തില്ല. കൊള്ളാം, തുറന്ന് കിടപ്പുണ്ട്, കയറിയാലോ, നോക്കാം. ആരെങ്കിലും വരുമെങ്കിൽ സംസാരിക്കാം. ഒരു കള്ളിച്ചെടി, ഇത്രയും വലിയ കള്ളിച്ചെടി, ഇതൊക്കെ എന്തോ ചെടിയാന്ന് ഒരു പിടിയില്ല. അവിടെ ഒരു കുടില് പോലെ കാണാം. അതിനകത്ത് എനിക്ക് തോന്നുന്നു ആരെങ്കിലും കാണുമെന്ന് തോന്നുന്നു. ഒരു തന്നെ കണ്ടോ, എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, മാഫി മുഷ്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, എടുത്തു. ഫാം കണ്ടില്ലേ, അടിപൊളി. പക്ഷെ ഇത് കണ്ടിട്ട് ചെറിയാണെന്നാണ് തോന്നുന്നത്. ഓ, ചെറിയല്ല കേട്ടോ, ഇത് കൊച്ചു നാരങ്ങ കേട്ടോ. എന്തായാലും തൊട്ടപ്പത്തേക്ക് വരണം, കൈ വന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നൈസായിട്ട് അങ്ങ് പോക്കറ്റ് ഇടുക, അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ. ഒത്തിരി കിടപ്പുണ്ട്, വേണ്ടാന്ന് തോന്നുന്നു അവന് വേറെ 2 എണ്ണം കൂടെ കിട്ടി. നല്ല സാധനമാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, പോക്കറ്റ് ഇടുക. അവൻ്റെ ചോദിച്ചല്ലേ. ഇതിലിപ്പോൾ അവർ ഈ ഡ്രിപ്പ് ഓണാക്കിയതേ ഉള്ളൂ. ഇപ്പോൾ വെള്ളം വരുന്നുണ്ടല്ലേ, ഡ്രിപ്പ് ഇറിഗേഷൻ. മറ്റേതുപോലെയല്ല, മറ്റേതിൽ ഒത്തിരി വെള്ളം ഒരു വെറുതെ കളയുമായിരുന്നല്ലേ. ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാത്തിലും അവർ ഓൺ ചെയ്തിട്ടുണ്ട്. അത് അതിലും വീഴുന്നുണ്ട്, ഇതിൻ്റെ ഇപ്പുറത്തൊരു ചെടിയുണ്ട്, അതിലും വീഴുന്നുണ്ട് വെള്ളം. പക്ഷേ ഈ മണ്ണ് നമ്മുടെ അവിടെ കേരളത്തിലൊക്കെ ഉള്ള പോലത്തെ സെയിം മണ്ണാണ് കേട്ടോ. ഒരു കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടി ഇറക്കിയതാണെന്ന് തോന്നുന്നു. ഇത് കൊള്ളാം, കറക്റ്റ് നല്ല മണ്ണ്. ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ ഒരു കാർ കിടക്കുന്നതാണ്. ആ കാറിലുണ്ട് ഇതിൻ്റെ ഓണറും ആൾക്കാരും. നൈസായിട്ട് നമുക്ക് സ്ഥലം വിടാം. ഇനി അവന് വല്ല പണി കിട്ടിയാലോ, നമുക്ക് പോവാം. അങ്ങനെ അതിക്രമിച്ച് കയറിയ ഫാമിലിരുന്നു, വെളിയിലിറങ്ങി. അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇരിക്കത്തില്ല കേട്ടോ, പണി കിട്ടും. ചിലന്മാർ കാട്ടറബികളാണ്. ഇമാരിൽ ഗണ്ണൊക്കെ ഉണ്ട്, അവന്മാർക്ക് എന്തും ചെയ്യാം. പറ്റുമെങ്കിൽ ബുള്ളറ്റൊക്കെ ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണിച്ചു തരാം. ചിലപ്പോൾ ഇവന്മാർ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ കിടക്കുന്നത് കാണാം. ചിലപ്പോൾ ചവറിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. പിടിച്ച ഷോർട്ട് കട്ട് ഇതുവഴി നമ്മളിങ്ങനെ വന്നു. പക്ഷെ അല്ലെങ്കിൽ ഇതുവഴി ഇങ്ങനെ കറങ്ങി ആ ഫാമെല്ലാം കണ്ട് ആ ട്രാൻസ്ഫോമറിൻ്റെ അവിടെയൊക്കെ പോയി, എന്നിട്ട് ഈ റോഡിൽ വന്ന് കയറുമായിരുന്നു. അതിനുവരെ നമ്മളിപ്പോൾ നേരെ ഷോർട്ട് കട്ട് അടിച്ചു. ഇതുവഴിയാണ് കാറും കൊണ്ട് കയറി വന്നത്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അപ്പോൾ ഇതുവഴിയാണ് നൈസായിട്ട് കാറും കൊണ്ട് അകത്തോട്ട് കയറി വന്നത്. അവരെ ഫാം തീർന്നു. ഇനിയിപ്പം അടുത്തെല്ലാം കാലി സ്ഥലമാണ്, ലെഫ്റ്റും റൈറ്റും കാലി സ്ഥലമാണ്. അവിടെ കൊള്ളാമല്ലോ. അത് കണ്ടിട്ട് അങ്ങോട്ട് പോയി നോക്കാം. ആ ഒരു മരവും ആ ചെടികളൊക്കെ നിൽക്കുന്ന കൊള്ളാം. വഴി കണ്ടിട്ട് എൻ്റെ കാൽപ്പാദം അല്ലാതെ ഇവിടെ വേറെ വണ്ടി പോയതിൻ്റെ പോലും അടയാളം പോലും ഇല്ല. ഫുള്ള് പട്ടിയുടെ കാൽപ്പാടമാണ് കിടക്കുന്നത്. ഇവിടെ പട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ കാണാം 1-2 പട്ടികളെ, ഇതിനകത്തും കാണാം. കടിക്കുമെന്തോ, അത് ഇതിനകത്ത് അവിടെ നിൽപ്പുണ്ട് വരണം. ഇത് എന്നെ കണ്ടത് ഓടിത്തള്ളുന്നു വരണം. കൊള്ളാന്ന് കണ്ടില്ല, ഒരു ക്രിസ്മസ് ട്രീയുടെ സെറ്റപ്പ് പോലെയുള്ള ഒരു ഗമണ്ട മരം ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ. ഇതാ ദൂരെ നിന്ന് കൊള്ളാമെന്നും പറഞ്ഞ് വന്ന മരം. ഇത് കണ്ടില്ലേ, ഓപ്പോ ഈ ഫ്രെയിം കൊള്ളാം, നല്ല രസമുണ്ട്. ഫ്രെയിം കൊള്ളാമെന്നുള്ളതുകൊണ്ട് 2-3 ഫോട്ടോയൊക്കെ എടുത്തു. ഇത് കണ്ടില്ലേ, ഇതാ പറഞ്ഞത്, ഒരു വലിയ ക്രിസ്മസ് ട്രീ പോലത്തെ മരമാണ്.
ഇതിങ്ങനെ ചരിഞ്ഞങ്ങ് കിടക്കുക. കണ്ടില്ല, ഇത്രയും വലിയ ഗമണ്ടം മരം. പിന്നെ ഇവിടെ മരമൊന്നും വെട്ടിക്കൂടാ, മരം വെട്ടിയാൽ ചെയ്യില്ല. അപ്പം ഇതായിരുന്നു ആ ട്രീ. അവിടെയാണ് എൻ്റെ ക്യാമ്പ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നാണ് നോക്കുന്നത്. ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ടാകുമ്പോഴത്തേക്ക് അതുവഴി ഇങ്ങനെ കാണുന്ന ആ ചെടിയ കൊള്ളാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ആടിൻ്റെ അടുത്തെത്തി. ആട് എന്നെ കണ്ടപ്പോൾ തൊട്ട് കിടന്ന് വിളിയോടെ വിളിയ. വരും. എല്ലാം കണ്ടു. ഇപ്പോൾ എന്തെങ്കിലും അടുത്തോട്ട് വരിക. അങ്ങനെ ആടിനെയൊക്കെ കണ്ടു. നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഒരു അറബിക്കുണ്ട്. അങ്ങേരായിട്ട് ഭാഷ അറിയത്തില്ല, എന്തിനാ കിടന്നത് നേരെ അത് ഇതെന്ന് ചോദിക്കും. നേരെ എന്നെ കാത്ത് നിന്നേ കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പുള്ളി വണ്ടി എടുത്തുകൊണ്ട് ഇപ്പോൾ വരുക. അങ്ങനെ അവിടെ ഇരുന്ന് നടന്ന് നമ്മളിപ്പോൾ ഇതാ ഫ്രണ്ടിലോട്ട് ഇങ്ങെത്തി. സൂര്യനും അസ്തമിക്കാറായി. ഇപ്പം തിരിച്ച് ആ ക്യാമ്പിൻ്റെ ഭാഗത്തോട്ടുള്ള ലൊക്കേഷനിലോട്ടാണ് നടക്കുന്നത്. ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പ്. ആ പെട്രോൾ പമ്പിൻ്റെയൊക്കെ ബാക്ക് സൈഡാണ്. കാണാം. അതാ നമ്മളെ ക്യാമ്പ്. വാട്ടർ ടാങ്ക് അടയാളം. അവിടെ ഇങ്ങനെ നടന്ന് എവിടേക്കോ പോയി തിരിച്ച് വീണ്ടും അതിൻ്റെ അടുത്ത് തന്നെ എത്തി. ഇവിടെ ഒരു മെയിൻ റോഡുണ്ട്. ആ റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല സ്ഥലമുണ്ട്. ഈ തൽക്കാലം റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന അടുത്ത ആഴ്ച പോവാം. നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാം. ഇതുവഴി നമ്മൾ വന്ന വഴി കൂടെ പോവാം. നല്ല ഡെസേർട്ട് മണ്ണ് ഇവിടെ അടിച്ചിട്ടേക്കുക. ഡെസേർട്ടിലെ ചവിട്ടി നോക്കാം. സെയിം നമ്മളെ കടപ്പുറത്തെ അതേപോലത്തെ മണ്ണ്. ഇത് കണ്ടില്ലേ? നല്ല രസമുണ്ട്. ഇതുണ്ടല്ലേ, സെയിം ആ സെറ്റപ്പിലുള്ള ഫെൻസ്. നല്ല ഗോൾഡൻ കളർ വരുന്ന സ്ഥലമൊക്കെ ഇപ്പം അങ്ങ് സൺലൈറ്റ് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഇരുണ്ട് തുടങ്ങി. നടന്ന് ഇവിടെ എത്തി. നിസാൻ്റെ ഒരു വണ്ടി കിടക്കുന്നുണ്ടല്ലോ, പൊടി അടിച്ച്. കാണുന്ന കണ്ടല്ലോ, ഒരു ആഷ് കളറിൽ ഒരു ഇങ്ങനെ ഫുള്ള് ഫെൻസ് വെച്ചേക്കുന്നത്. ആ ഫാമിനകത്താണ് നമ്മൾ പോയത്. ആ വാട്ടർ ടാങ്കെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നാൽ നമ്മളിപ്പം അവിടെ ഇരുന്ന് അങ്ങനെ അങ്ങ് എവിടെയൊക്കെയോ പോയി. അവിടെ ഇരുന്നെല്ലാം കറങ്ങി തിരിച്ച് ഇതുവഴി ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് റൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ക്യാമ്പ്. ഇത്രയും ദൂരം നടന്നതിന് പ്രയോജനമായിട്ട് ഈ ഒരു 3 നാരങ്ങ കിട്ടി അവിടെ ഇരുന്ന്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെയാ എൻ്റെ ക്യാമ്പ്. അവിടെ എന്തോ ആരോ വലുതായിട്ട് തീ കത്തിക്കുന്നുണ്ട്. ഫുൾ അടിച്ച് കറപ്പിച്ച് തള്ളുവാണല്ലോ അങ്ങോട്ട്. ഏതൊക്കെയോ വഴി കൂടെ പ്രതീക്ഷിച്ച് പോയ വഴികളെല്ലാം പോയി. എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് പോയി. എന്തൊക്കെയോ സംഭവിച്ച് തിരിച്ച് റൂമിലോട്ട് പോവുക. ഇവിടെയൊക്കെ കണ്ടില്ലേ, എല്ലാവരും പറയാം സൗദി ഡെസേർട്ടാന്ന്. അത് കണ്ടില്ലേ എന്തുമാത്രം പച്ച. ഇവിടെ ഇതുവരെ വെള്ളം പോയി തീർന്നില്ല. എപ്പോഴും വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു പൂച്ച പമ്മി ഇരിക്കുക. പൊട്ടം പൂച്ചയാണ്. പേർഷ്യൻ കാറ്റ്.
ചന്ദ്രൻ നടന്നു വന്നേലേ ഇവിടെ ഒരു സോഫ കിടപ്പുണ്ട്. സോഫയിൽ കയറി ഇരിക്കുക. അപ്പോൾ ചന്ദ്രനും വന്നു തുടങ്ങി. ഇങ്ങനെ ഇവിടെ ഈ സോഫയിൽ ഇരുന്നുകൊണ്ട് ഈ വേപ്പം മരത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് നേരം ഇരുന്നു, മതിയായി. അപ്പോൾ വാങ്ക് വിളി തുടങ്ങി. നൈസായിട്ട് കടയിൽ പോവുക, തൈരങ്ങ് മേടിക്കുക, റൂമിൽ പോവുക, ചോറ് കഴിക്കുക, പരിപാടി ഇരുന്നു. നടന്ന് എവിടെ നിന്നാണ് തുടങ്ങി അവിടെ തന്നെ തിരിച്ചെത്തി. എൻ്റെ ക്യാമ്പ് വക്കാലയിലെത്തി. ആയി വാ, ആ പൈസ പോലേക്കാ. ഇത് ഒരെണ്ണം കുടിക്കാം, അടിപൊളിയാണ്.